അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. ഇന്ന് മലയാള ഇൻഡസ്ട്രി ഇത്രയും നന്നായിട്ടിരിക്കാൻ കാരണം തന്നെ അവർ രണ്ടുപേരാണ്. അവർ ഇനിയും ഇതുപോലെ ഒരുപാട് വർഷങ്ങൾ നന്നായിരിക്കട്ടെ, അതും എവർഗ്രീൻ ഹീറോയിസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ തീർന്നു. അടുത്തത് കെ രാഘവൻ പി ഭാസ്കരൻ ടീമിലെ ഒരു ഗാനമാണ് കരിമുകിൽ കാട്ടിലെ. ഈ ഗാനം ഈ വേദിയിൽ അനശ്വരമാക്കുന്നത് 44 കൊല്ലം മുൻപ് ഈ ഗാനം അനശ്വരമാക്കിയ ഭാവഗായകൻ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ പി ജയചന്ദ്രൻ. കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി കരയിൽ നീ മാത്രമായി. കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി കരയിൽ നീ മാത്രമായി. ഇനി എന്നു കാണും നമ്മൾ തിരമാല മെല്ലെ ചൊല്ലി. ഇനി എന്നു കാണും നമ്മൾ തിരമാല മെല്ലെ ചൊല്ലി. ചക്രവാളമാകെ നിന്റെ ഗദ്ഗദം മുഴങ്ങിയിടുന്നു. കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി കരയിൽ നീ മാത്രമായി. കരയുന്ന രാക്കിളിയേ തിരിഞ്ഞൊന്നു നോക്കിയിടാതെ. കരയുന്ന രാക്കിളിയേ തിരിഞ്ഞൊന്നു നോക്കിയിടാതെ. മധുമാസ ചന്ദ്രലേഖ മടങ്ങുന്നു പള്ളി തേരിൽ. കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി കരയിൽ നീ മാത്രമായി. കരിമുകിൽ കാട്ടിലെ
പാട്ടിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നുണ്ട്. 67, 68 ഈ പാട്ട് റെക്കോർഡ് ചെയ്തത്. രാഘവൻ മാഷ്, നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ മാഷ് രാഘവൻ മാഷ് ചെയ്തതാണ്. ഭാസ്കരൻ മാഷ് എഴുതിയത്. ഇതിലാദ്യം ബ്രഹ്മാനന്ദൻ പാടിയ ആ പാട്ടാണ് എനിക്ക് വച്ചിരുന്ന പാട്ടതാണ്. പിന്നെ അവർ മാറ്റി ഈ പാട്ട് എന്നെ കൊണ്ട് പഠിച്ചു. ഈ അന്നത്തെ TV സൗകര്യമൊന്നും ഇല്ലാത്ത കാലമാണ്. അന്ന് ഓൾ ഇന്ത്യ റേഡിയോയിൽ ഈ പാട്ട് ഇറങ്ങിയപ്പോൾ അന്ന് ചലച്ചിത്ര ഗാനങ്ങൾ എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത ആൾക്കാരുടെ പേരില്ല എന്ന് പറയും. ഞാനൊരു പെരുമയ്ക്ക് പറയുകയല്ല, ക്ഷമിക്കണം. അതായത് അന്ന് ഫറൂഖിൽ നിന്നും കോഴിക്കോട്ട് പോയി, അവിടെ നിന്ന് കൊയിലാണ്ടി അങ്ങനെ പോയി കാസർഗോഡ് വരെ പരിപാടി നടത്തിയിരുന്നു. അത് എത്തുന്നതിന് മുമ്പ് ഫറൂഖിൽ നിന്നും കോഴിക്കോട്ട് എത്തുന്നവരെ ഈ പാട്ടിന് റിക്വസ്റ്റ് ചെയ്ത ആൾക്കാരുടെ പേര് കഴിഞ്ഞിട്ടില്ല. അത്ര പോപ്പുലറായിട്ടുള്ള പാട്ട്. എനിക്ക് കിട്ടിയ ഭാഗ്യം രാഘവ മാസ്റ്ററോട്, അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി തരുന്നതോട് നന്ദി പറയുകയാണ്. ഭാസ്കരൻ മാഷോടും നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ പരമോന്നോടും. മലയാള സിനിമയുടെ പ്രതിഭാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മലയാളത്തിൽ അത്രയധികം നമ്മൾ ഒരു കാലഘട്ടത്തോളം മലയാളത്തിലെ പ്രേക്ഷകരെ അംഗീകരിച്ച 2 നടന്മാരാണ് മമ്മൂട്ടി, മോഹൻലാൽ. ഞങ്ങളുടെ മമ്മൂക്ക ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു തരംഗം എൻ്റെയൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കണ്ടു തുടങ്ങിയ ഈ സമയത്ത് അന്ന് ഞങ്ങളെപ്പോലുള്ളവരുടെ ആരാധനാപാത്രമായിരുന്ന ആളുകൾ ഇന്ന് ഞങ്ങളോടൊപ്പം സിനിമയിലുണ്ട്. ഞങ്ങൾക്ക് വേണ്ട എല്ലാ മാർഗനിർദ്ദേശം തരുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ മലയാളത്തിലെ പ്രേക്ഷകരായിട്ടുള്ളവർ ഞങ്ങൾക്ക് പറയാനുള്ളതെന്നുള്ളൂ, ഇനി ഇതിനപ്പുറം ഒരു യുഗമുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമാണ്. ഇത് മാത്രമേ